ടാറ്റ മോട്ടോഴ്സ് ഇതെങ്ങോട്ടാണ് പോകുന്നത്? രാജ്യത്തെ ജനപ്രിയ കാർ നിർമ്മാതാക്കളായ ടാറ്റ മോട്ടോഴ്സ് 2025 ജനുവരിയിൽ ആകെ രേഖപ്പെടുത്തിയത് 80,304 യൂണിറ്റ് വിൽപ്പനയാണ്. കഴിഞ്ഞ ജനുവരി 2024 അപേക്ഷിച്ച് 7% കുറവാണ്. കഴിഞ്ഞ വർഷം ഇതേ മാസത്തിൽ കമ്പനി 86,125 യൂണിറ്റുകളാണ് വിറ്റഴിച്ചിരുന്നത്. കമ്പനിയുടെ മൊത്തം ആഭ്യന്തര വിൽപ്പന 78,159 യൂണിറ്റാണ്. ഇത് കഴിഞ്ഞ വർഷം ജനുവരി 2024 84,276 യൂണിറ്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 7% ഇടിവുണ്ട്. ഇവികൾ വിൽക്കുന്നതിൽ രാജ്യത്തെ ഒന്നാം നമ്പർ ടാറ്റ കമ്പനിയാണ്. എന്നാൽ പുതിയ കണക്കുകൾ അനുസരിച്ച് നിലവിൽ അവരുടെ കിരീടം അപകടത്തിലാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പാസഞ്ചർ വെഹിക്കിൾ വിഭാഗത്തിൽ കാറുകളുടെ വിൽപ്പന 48,316 യൂണിറ്റ് ആയിരുന്നു. ഇത് 2024 ജനുവരിയിൽ 54,033 യൂണിറ്റ് ആയിരുന്നു. അതായത് കമ്പനിയുടെ ഈ പ്രധാന വിഭാഗത്തിൽ 11% ഇടിവുണ്ടായി. ടാറ്റ മോട്ടോഴ്സിന്റെ ഇവി വിഭാഗത്തിലും ഏറ്റവും വലിയ ആഘാതം കണ്ട മാസമാണ് കടന്നുപോയത്. 6,979 യൂണിറ്റിൽ നിന്നും 5,240 എത്തിയിരിക്കുകയാണ് ഇവി സെഗ്മെന്റ്. വിൽപ്പനയിൽ 25% ഇടിവ് രേഖപ്പെടുത്തി. കമ്പനിയുടെ വാണിജ്യ വാഹനങ്ങളുടെ വിൽപ്പനയിലും നേരിയ ഇടിവുണ്ടായിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സിന്റെ ഇവി വിപണി വിഹിതം 2023 73%. ഇത് 2024 62% കുറഞ്ഞു. MG മോട്ടോർ, മഹീന്ദ്ര, ഹ്യുണ്ടായി, മാരുതി സുസുക്കി തുടങ്ങിയ കമ്പനികൾ പുറത്തിറക്കിയ പുതിയ ഇവികൾ ആണ് ഇതിന് പ്രധാന കാരണം. ഇത് മാത്രമല്ല, ഇന്ത്യൻ വിപണിയിൽ പ്രവേശിക്കാനുള്ള സാധ്യതയും ടെസ്ല അന്വേഷിക്കുന്നുമുണ്ട്. ഇത് മത്സരം കൂടുതൽ വർദ്ധിപ്പിക്കും. നിരവധി പുതിയ കമ്പനികൾ ഈ വിഭാഗത്തിലേക്ക് അതിവേഗം നീങ്ങുമ്പോൾ കമ്പനിയുടെ ആഭ്യന്തര ബാറ്ററി നിർമ്മാണ പദ്ധതിക്കും പുതിയ ഇവി മോഡലുകൾക്കും മാത്രമേ ഇനിയുള്ള കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്നതാണ് വിലയിരുത്തലുകൾ. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.